കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ ശൈലി മാറ്റവുമായി വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിക്ക് നൽകി വരുന്ന അധിക സുരക്ഷയുടെ ആവശ്യമില്ലെന്നും പൈലറ്റും എസ്കോർട്ടും ഒഴികെയുള്ള മറ്റ് വാഹനങ്ങളൊന്നും വേണ്ടെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിയുക്ത മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് വി.ഡി. സതീശൻ സുരക്ഷാ സംബന്ധമായ നിർദ്ദേശം നൽകിയത്. പോലീസും എസ്കോർട്ടും വേണ്ടെന്നായിരുന്നു നിലപാട്. എന്നാൽ അത് നിർബന്ധമാക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ സർക്കാരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് Z+ കാറ്റഗറി സുരക്ഷയാണ് നൽകിയിരുന്നത്. ജീവന് ഭീഷണിയുള്ള സാഹചര്യം കണക്കിലെടുത്താണ് കൂടുതൽ സുരക്ഷ നൽകിയത്. 7 വാഹനങ്ങളുടെ വലിയ വാഹന നിരയിലായിരുന്നു പിണറായി വിജയന്റെ യാത്ര. പോലീസ് സംഘത്തിൽ 30 മുതൽ 40 പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഉണ്ടായിരുന്നു. കൂടാതെ കമാൻഡോകളുടെ ഒരു സ്ട്രൈക്കർ ഫോഴ്സും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പോകുന്ന റോഡിലേക്കുള്ള ഇടറോഡുകൾ അടയ്ക്കുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ഗതാഗത നിരോധനം, പാർക്കിംഗ് വിലക്ക് തുടങ്ങിയവയും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചാണ് പോലീസ് വിന്യാസത്തിൽ പദ്ധതി തയ്യാറാക്കുന്നത്. മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ വഴിനീളെ പോലീസിനെ വിന്യസിക്കുന്നതും കിലോമീറ്ററുകളോളം ട്രാഫിക് തടയുന്നതും സതീശൻ വിലക്കി. യാത്രയിൽ കൂടുതൽ സുരക്ഷ വേണ്ടെന്ന് വി.ഡി. സതീശൻ അറിയിച്ചു. എനിക്ക് യാത്ര ചെയ്യാൻ പൈലറ്റും എസ്കോർട്ടും മാത്രം മതി, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സുരക്ഷാ വലയവും വേണ്ട എന്നാണ് സതീശന്റെ നിലപാട്.